അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക്ക് ഒബാമയുടെ ഒരു ആർട്ടിക്കിൾ ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടായിരുന്നു, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെ, 2 പെൺകുട്ടികളാണ് അദ്ദേഹത്തിലുള്ളത്, എനിക്കറിയില്ല, അങ്ങനെയാണ് മനസ്സിലാക്കിയത്. വെക്കേഷൻ സമയത്ത് റെസ്റ്റോറൻറ്റിൽ കാഷ്യറായിട്ട് ഒരാൾ, അതുപോലെ തന്നെ വേറൊരാൾ വേറെ ഏതൊരു ബുക്ക് ഷോപ്പിൽ അങ്ങോട്ട് വെക്കേഷൻ സമയത്ത് അവർ പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവരുടെ മക്കളെ ഇങ്ങനെയുള്ള വെക്കേഷനിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വിടാറുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാടുകളിലുണ്ട് കേട്ടോ. പലപ്പോഴും ഇപ്പോൾ എനിക്കെന്നെ പരിചയമുള്ള ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, ബുക്ക് ഷോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എജുമാർട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവരെയൊക്കെ ഞാൻ പലപ്പോഴും നിരീക്ഷിക്കുമ്പോൾ അവരുടെ മക്കളൊക്കെ ചെറുപ്പം വെക്കേഷൻ വരുന്ന സമയത്ത് ഷോപ്പിലെ സെയിൽസ്മാൻ്റെ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, കിട്ടാൻ സാമ്പത്തികമായ നേട്ടമല്ല, പക്ഷെ ആ ഒരു അവസരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്, സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ വിജയം നേടാൻ പ്രാപ്തമാക്കുന്ന ഒരു കാര്യമായിട്ടാണ് അതൊക്കെ തോന്നാറുള്ളത്. പക്ഷെ നമ്മുടെ നാടുകളിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടാറുള്ളതാണ്. ഇത് നിങ്ങളിത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, സമാനമായിട്ടൊരു വജ്ര വ്യാപാരി, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകനെ യഥാർത്ഥത്തിൽ എറണാകുളത്തേക്കാണ് പറഞ്ഞയച്ചത്. എന്നിട്ട് അദ്ദേഹം വളരെ ഡേർട്ടി വസ്ത്രത്തിലാണ് വന്നിട്ട് അവിടെ ആ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്ത് അത് പൂർത്തിയാക്കി പോയി. പിന്നീട് ഏറ്റവും നല്ല വസ്ത്രധാരണത്തോടു കൂടി അദ്ദേഹം വീണ്ടും അവിടെ വരികയാണ്. ആ രംഗവും പത്രം റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നു. അതായത് ഒരു വ്യക്തി ഉയരങ്ങളിലെത്തണമെങ്കിൽ താഴ്ച എന്നുകൂടി മനസ്സിലാക്കണം. ഉത്തരവാദിത്തങ്ങൾ, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ്. അത് നമ്മളുടെ അടുത്താണ് വീഴ്ച. നമ്മൾ എല്ലാ കാര്യവും നമ്മൾ സ്വയം ചെയ്യാണ്, ഒരു കാര്യവും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് നീരസം ഉണ്ടാവുന്നു. എന്നാൽ ഈ വീട്ടിലുള്ള ഇന്ന കാര്യങ്ങൾ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു നിയമം നമ്മുടെ വീട്ടിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ നിയമം അനുസരിക്കാൻ കുട്ടികളൊക്കെ ബാധ്യസ്ഥരാണല്ലോ, അല്ലേ? സെൽഫ് ഹെൽപ്പ് ഈസ് ദി ബെസ്റ്റ് ഹെൽപ്പ്, അല്ലേ? ഇപ്പോൾ സാധാരണഗതിയിൽ വീട്ടിൽ 5-6 ആളുകൾ ഭക്ഷണം കഴിക്കാനുണ്ടാവും, അല്ലേ? ഓരോരുത്തരും കഴിച്ചിട്ട് അത് കഴിച്ചിട്ടോട്ടാണ് പോവാണ്. ഇതെല്ലാം കൂടി ഒരുക്കി വെക്കേണ്ട ഉത്തരവാദിത്തം മിക്കവാറും ആർക്കാണ് ഉമ്മക്കാണ് ഉണ്ടാവുക, അല്ലേ? ഗൃഹനാഥൊക്കെ ഉണ്ടാവുക. ആ ഗൃഹനാഥ ക്ഷീണിക്കുന്നത്, പ്രയാസപ്പെടുന്നത് ഇവരെ അറിയുന്നില്ല. നേരെ മറിച്ച് നിൻ്റെ വസ്ത്രം നീ അലക്കണം, നിൻ്റെ ഭക്ഷണം കഴിച്ച തളിക ആ പാത്രം നീ കഴുകണം, ടോയ്ലറ്റ് ഇന്ന ദിവസം ഇന്നാൾ ക്ലീൻ ചെയ്യണം. ഇങ്ങനെ എല്ലാറ്റിലും ഒരു കൃത്യത നമ്മൾ നിഷ്കർഷിക്കുകയാണെങ്കിൽ ആ വീട് അതിൻ്റേതായ രൂപത്തിൽ മാറും. പക്ഷെ അതിലൊക്കെ ഒരു തരം അലസതയാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് സൗകര്യങ്ങളില്ലാത്തതല്ല പ്രശ്നം, സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ വീടിനെ, ഇപ്പോൾ കോളേജിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, അവരുടെ ക്ലാസ് റൂം വൃത്തിയില്ല എങ്കിൽ അവിടെ ചൂലുണ്ട്, അടിക്കുന്ന സാധനമുണ്ട്, നിങ്ങളുടെ പരിസരം നിങ്ങൾ വൃത്തിയാക്കണം, അല്ലേ? ഈ കോളേജ് നിങ്ങളുടേതാണ്. നിങ്ങളെ വീട് നിങ്ങൾ വൃത്തിയാക്കുന്നത് പോലെ നിങ്ങളുടെ കോളേജ് നിങ്ങളുടെ ഉള്ളും. അവിടെ ചെറിയ ഇതൊക്കെ ആകുമ്പോൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും വൃത്തികേടാക്കാതിരുന്നാൽ മതി. അപ്പോൾ ഡസ്റ്റ്ബിൻ അവിടെ ഉണ്ട്. അപ്പോൾ ഈ കടലാസിൻ്റെ കഷ്ണങ്ങളോ മറ്റ് സാധനങ്ങളോ ഒക്കെ പുറത്തേക്ക് നിക്ഷേപിക്കുന്നതിന് ബദൽ ആ ഡസ്റ്റ്ബിന്നിലേക്ക് അവർ ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു ശീലം ഉണ്ടാക്കേണ്ട ഒരു മോണിറ്ററിങ് രക്ഷിതാവിന് വലിയ ബാധ്യതയല്ലേ? രക്ഷിതാവ് നിർവഹിക്കാറുണ്ടോ, അല്ലേ? ഇതിനും കുട്ടികളുടെ കാര്യങ്ങൾ തിരുമ്പി കൊടുത്തിട്ടില്ലെങ്കിൽ, അവിടെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉപ്പ ആരെയാണ് ചീത്ത പറയുക? ഉമ്മനെയാണ് പറയുക. ഇത് കുട്ടികൾ കാണും, കേൾക്കും. അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമല്ല. പിന്നെ സാധാരണ ഇവർ എക്സ്ക്യൂസ് പറയുന്ന സംഗതി എന്താ? ഞാൻ പഠിക്കുകയാണ്. ഇവർ പഠിക്കുന്നുണ്ടോ പഠിക്കില്ല എന്നുള്ളത് നമ്മളോട് ചോദിച്ചാൽ മതി, നമ്മൾ പറഞ്ഞുതരാം, അല്ലേ? കോളേജിലെത്തുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും തദൈവ തന്നെയാണ്. അപ്പോൾ അവർ പഠിക്കുകയാണ് എന്നുള്ള ലേബലിൽ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു. പക്ഷേ തീരെ പഠിക്കുന്നില്ല എന്നല്ല, പഠനത്തോടൊപ്പം ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഒരു വീട്ടിൽ നടക്കുന്ന ഏത് കാര്യങ്ങളിലും അവർ സമയത്തെ ഭാഗിക്കുകയാണെങ്കിൽ, ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഓരോ കാര്യത്തിനും സമയം നിശ്ചയിക്കുക. എന്തുകൊണ്ടാണ് പരീക്ഷയിൽ മാർക്ക് കംപ്ലീറ്റ് വാങ്ങാൻ സാധിക്കാതെ പോകുന്നത്? പലപ്പോഴും പരീക്ഷ പേപ്പർ മുഴുവൻ എഴുതി തീരുന്നില്ല. സമയബന്ധിതമായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നു. അത് പ്രാക്ടീസിൽ കൂടി നേടുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയനിഷ്ഠ എന്നുള്ള സംഗതി വീട്ടിൽ നിന്ന് തന്നെ രക്ഷിതാക്കൾ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പരീക്ഷ മനോഹരമായിട്ട് എഴുതാൻ പറ്റും, പഠനം മനോഹരമാക്കാൻ പറ്റും. അവരുടെ പ്ലേയിങ് ടൈം, കളിക്കാനുള്ള ലേഷർ ടൈം, ഇടവേള അതിനു വേണ്ടിയിട്ട് കൊടുക്കണം. ഏത് നേരവും പഠിക്കാന്നുള്ളതിന് ബദൽ ഒരു 2-3 മണിക്കൂർ കുട്ടികൾ കളിക്കട്ടെ. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട്. കുട്ടികൾ അവിടെ വളരെ മനോഹരമായിട്ട് ഫുട്ബോൾ കളിക്കുന്നത് കാണുന്നു. ആ ഫുട്ബോൾ കളിയിൽ കൂടി കുട്ടി ഒരുപാട് കാര്യം പഠിക്കുന്നുണ്ട്. അത് രക്ഷിതാക്കൾക്കറിയില്ല. ഒരു ഗ്രൂപ്പ് ലിവിങ്, ഗ്രൂപ്പ് ഡൈനാമിസം അതൊരു വലിയ സംഗതിയല്ലേ? ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം?
ഇപ്പോൾ ചില കുട്ടികളൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്, ഓൻ ആരോടും ഒന്നും മിണ്ടൂല, വർത്താനം പറയില്ല, ഓനൊരു ഇൻട്രോവേർട്ടാണ്, അത് അങ്ങ് ലേബൽ ചെയ്യാണ്. ഈ കുട്ടി അങ്ങനെ ആവാനുള്ള കാരണം ആരാ? നമ്മളാണ്. അപ്പോൾ അങ്ങനെ ലേബൽ ചെയ്യുന്നതിന് ബദൽ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സോഷ്യൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള, സാമൂഹ്യമായ പങ്കാളിത്തമുള്ള എല്ലാറ്റിലും കുട്ടികളെ കൊണ്ടുപോയി ചേർക്കണം.